നിങ്ങളെ പാരൻസിൻ്റെ പശ്ചാത്തലം അങ്ങനെയാണ്, ഫാദർ ആണെങ്കിലും അല്ലെങ്കിൽ അമ്മയാണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് എടുത്തുചാട്ടക്കാരിയായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എന്നാൽ എല്ലാ മക്കളിലും ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തോളണമെന്നില്ല, ചില മക്കളിൽ അത് പ്രകടമാവും. അതാണ് നമ്മളെ കുടുംബങ്ങളും റിലേറ്റീവ്സൊക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറയും, ഇവൻ അവൻ്റെ അച്ഛൻ്റെ മാതിരി തന്നെയാണ്, ഇവൻ അവൻ്റെ അമ്മ പോലെയാണ്, അമ്മൻ്റെ അതേ ക്യാരക്ടറാണ് എന്നൊക്കെ പറയും എൽഡേഴ്സ് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കോയിൻസിഡൻസിൽ വരികയാണ്, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടൊന്നുമല്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എൻ്റെ ചില ക്യാരക്ടേഴ്സൊക്കെ തന്നെ എൻ്റെ ഫാദറിനും ഒക്കെ ആയിരിക്കും. അത് നമ്മൾ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്നതല്ല, യാദർച്ഛികമായിട്ട് ഇൻഹെറിറ്റഡ് ആണ്. അപ്പോൾ ആ സ്വഭാവത്തിൽ വരുന്ന, പേഴ്സണാലിറ്റിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇമോഷൻസ് പല കാര്യങ്ങളും. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ചില ജോലിയിലൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു മേഖലയിൽ കടന്നു പോകുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു വൺ മാൻ ഷോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വീട്ടിൽ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരാളൊക്കെ ആണെങ്കിൽ, അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ആ ഫ്രസ്ട്രേഷൻസ് എനിക്ക് അങ്ങനെ അങ്ങോട്ട് വെന്റിലേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് ഞാൻ ഏറ്റവും കൂടുതൽ കാണിക്കുക എൻ്റെ വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെയാണ്. പുറത്തുള്ള ആളുകളുടെ അടുത്തേക്ക് ഞാൻ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യും. പക്ഷേ എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ മക്കളെടുത്ത്, എൻ്റെ സ്റ്റാഫ്, എൻ്റെ മുന്നിലെപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ഇവരോടൊക്കെ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ പറയും. കാരണം അവരുടെ അടുത്ത് എനിക്കൊരു റൈറ്റ് ഉണ്ട്, അങ്ങനെ പറയാൻ ഒരു അവകാശം ഉണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നണോണ്ടാണ് അത് പറയുന്നത്. പക്ഷെ മറ്റുള്ള ആളുകളോട്, സ്ട്രേഞ്ചേഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട്